ഹലോ ഗൈസ്, നമസ്കാരം. കഴിഞ്ഞ ഒരു 2 വീഡിയോ, അതായത് ഒരു പെൺകുട്ടി അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഒളിച്ചോടുന്നൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം അത് വൈറലാണ്. ആ രണ്ടാമത്തെ വീഡിയോ വന്നതിന് ശേഷം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യം എക്സ്ക്ലൂസീവായിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അറിഞ്ഞതിനും അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയ്ക്കകത്ത് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് തന്നെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടപ്പോൾ ചിലപ്പോൾ നമുക്കത് പല കാര്യങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ ചിരി വന്നിട്ടുണ്ടാവാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റാത്തതായതുകൊണ്ട് പല അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടും ഉണ്ടാവാം. പക്ഷേ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം അതിനുശേഷം ഇതിപ്പോൾ ഇതിന് കുറച്ച് വോയിസ് ക്ലിപ്പ് കൂടെ ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യും. അപ്പോൾ കേട്ടതിന് ശേഷം എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള കാര്യമാണ്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിക്ക് 4 വയസ്സുണ്ടായിരുന്ന സമയത്ത് ആ സഹോദരിയെ, അതായത് ഈ മൂത്ത സഹോദരിയെ, അഥവാ ഇയാൾ സ്വന്തം ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ 22 വയസ്സ് പ്രായമുള്ള ആ കുട്ടിക്ക് 4 വയസ്സ് മാത്രമാണ് പ്രായം. ആ 4 വയസ്സ് പ്രായമുള്ള ആ സമയത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് എടുത്തുകൊണ്ട് നടന്ന ആ സമയത്ത് ആ കുട്ടിയെ കണ്ട ആളാണ് 22 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടിയും കൊണ്ട് ഈ ഓട്ടയ്ക്കകത്ത് നമ്മൾ കാണിച്ച ആ ഒരു കോപ്രായങ്ങൾ ഒക്കെ കാണിച്ച് ആ കുട്ടിയെ ഉപയോഗിച്ച് അവസാനം എന്താ പറയുക, ഈ താല്പര്യവും എല്ലാം കഴിഞ്ഞതിന് ശേഷം വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന കാര്യം, അതിന് ഒരുപാട് കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അതെല്ലാം ഇതിനകത്ത് വിശദമായിട്ട് പറയാം. നിങ്ങളിതിന് മുൻപുള്ള 2 വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ 2 വീഡിയോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങളത് 2 കാണുക. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. അതിനുശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്തായിരുന്നാലും ഞാൻ ആദ്യം ഇതൊന്ന് പ്ലേ ചെയ്യാം നിങ്ങളുടെ മുമ്പിലേക്ക്. അതായത് ഈ പെണ്ണിൻ്റെ വീടും തൃശ്ശൂർ ഗുരുവായൂരിലാണ് ഇവരുടെ വീട്. ശരിക്കും പറഞ്ഞാൽ ഇവർ പാവപ്പെട്ട ഫാമിലിയാണ്. ഇവരുടെ അച്ഛനും അമ്മയും പാവം നല്ലൊരു മനുഷ്യന്മാർ, വളരെ നല്ല ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബമാണ്. പക്ഷേ അച്ഛനും അമ്മയും നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുപോകുന്നൊരു കുടുംബത്തിൻ്റെ അകത്തുള്ളൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് ഈ കുട്ടിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. തൃശ്ശൂർ തന്നെയാണ് സ്വദേശം. നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാരാണ്, ഫാമിലി പോലെയാണ്. ഈ ഒരു ഫാമിലിയിലാണ് ഇവൻ ഈ ചെറ്റത്തരം കാണിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിന് 4 വയസ്സുള്ളപ്പോഴാണ് ഈ പെണ്ണിൻ്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത്. ആ പെൺകുട്ടിയുടെ ചേച്ചി വിവാഹം കഴിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് വെറും 4 വയസ്സ് പ്രായം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 4 വയസ്സ് പ്രായം ആ കുഞ്ഞു കുട്ടിക്ക് ഉണ്ടാകുന്ന സമയത്താണ്, അഥവാ ഇന്ന് അയാൾ വിളിച്ച് കൊണ്ടുപോയി കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പോയി. അവസാനം സാലറി വരാൻ വേണ്ടി കാത്തിരുന്നു. അവസാനം ഇവളില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഞാൻ തിരിച്ചു വന്നിട്ട് 3 പേരെയും കൂടെ കൊണ്ടുപോകുന്നു. ആ ഇരുട്ടിൻ്റെ മറവിലിരുന്ന ദുരാത്മാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ വീഡിയോയിലൊക്കെ. അതെല്ലാം കണ്ട സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അകത്തത് മറിച്ചതൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ നെഞ്ച് ഒരുമാതിരി ഇച്ചിട്ട് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണ് ചെയ്തത്. എന്താണ് അയാൾ കാണിച്ചത് എന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. എന്നിട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവൻ ഈ പരിപാടി കാണിച്ചത്. ഇവൻ കൊണ്ടു നടന്ന് റോഡിലേക്ക് വെച്ച് തല്ലുമായിരുന്നു പറഞ്ഞു. റോഡിലേക്ക് അതായത് ഈ പെൺകുട്ടിയുടെ അടുത്തിരുന്നുകൊണ്ട് ഇവളില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ കലിപ്പൻ ചേട്ടൻ റോഡിലൊക്കെ ഇറക്കി ഈ പെൺകുട്ടിയെ ഒത്തിരി അടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്ത് അവസാനം അവളെ കൊണ്ട് ഇതെല്ലാം ഈ വീഡിയോ എടുപ്പിച്ചതാണോ എന്നറിയത്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, ഇതെല്ലാം ചെയ്തിട്ടും ആ കുട്ടി ഭയങ്കര, നമ്മൾ കണ്ടിട്ടില്ലേ ഈ കലിപ്പൻ്റെ കാന്താരിമാരെ, ഏട്ടായി കുനിച്ച് നിർത്തി ഇടിച്ചിരുന്നാലേ ഏട്ടായി മാസ്, ഏട്ടായി സ്ട്രോങ്, ഏട്ടായി ഇനി ഇടിക്ക് ഏട്ടായി, ഇനി അടിക്ക് ഏട്ടായി എന്നൊക്കെ പറയുന്ന തീട്ടായി ചേട്ടത്തിമാർ ഇഷ്ടപ്പെടുന്ന ടീമുകളുണ്ട്. സോ അതുപോലത്തെ ഒരു കാറ്റഗറിയിലേക്ക് കുട്ടി മാറിയിട്ടുണ്ടായിരിക്കാം. മേ ബി, എനിക്കറിയത്തില്ല, അങ്ങനെ ആവാനാണ് സാധ്യത. ഇവന് ലാസ്റ്റ് വേണ്ടെന്നായപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇട്ടെറിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ ഇട്ടെറിഞ്ഞിട്ട് പോയതാട്ടോ. അതായത് ഇവന് മതിയായി. അല്ലെങ്കിലും ഈ പറഞ്ഞ കണക്കിന് ഈ മത്സരം എന്ന് പറയുന്നൊരു വിഭവം നമ്മുടെ നാട്ടിൽ കിട്ടും. ഈ എന്താണ് ചക്കയൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് മര്യാദയ്ക്ക് സമയത്തിന് തിന്നിട്ടില്ല എങ്കിൽ പിന്നീട് അത് 2 ദിവസം കഴിഞ്ഞ് തിന്നാന്നൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാലേ അത് പിന്നെ പുളിച്ച് വൃത്തികേടായി നല്ല സ്മെല്ലായി നാറി അടുക്കാൻ പറ്റാതെ ചളിച്ച് നശിച്ചു പോകും. അതിനെ പിന്നെ എടുത്ത് കളയുക മാത്രമേ ഉള്ളൂ. അതുപോലെ ചിലപ്പം ഈ യാത്രയിലുടനീളം ഒത്തിരി യാത്രയൊക്കെ ചെയ്യേണ്ടി വന്നതല്ലേ, സ്വാഭാവികമായിട്ട് ശരീരം വേർക്കും. പിന്നെ ഇതിനിടയ്ക്ക് മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന ഉദ്ദീപനങ്ങളും ഇതെല്ലാം വിചാരങ്ങളും കാരണം പലതിലേക്കും പോയപ്പോഴേക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവനിട്ടെറിഞ്ഞു പോയി. പിന്നെ ആദ്യം വീട്ടുകാർ കയറ്റില്ലെന്ന് പറഞ്ഞു. ഈ പെണ്ണെന്താ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ വീട്ടുകാർ കയറ്റാത്ത സാഹചര്യത്തിൽ ആ കുട്ടി പോയിട്ട് നിരാലംബയാണ്. നമുക്ക് ഇനി അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല. അതിനുശേഷം ആ കുട്ടി പോയിട്ട്
ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ ഇരുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടിടത്തോളം. അതിനകത്ത് മറ്റൊരു വോയിസിൽ പറയുന്നൊരു വിഭ്രാന്തിയുടെ അവസ്ഥയെ പോലെയാണ് ആ കുട്ടിയോടെ പോയി ഇരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇയാളെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം, ഇയാൾ കൂടെ തന്നെ കാണും എന്നൊരു ചിന്തയിലും എല്ലാം അയാൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ടാവാം. ഏട്ടായി കാണിക്കുന്ന കലിപ്പെല്ലാം കണ്ടിട്ട് ഏട്ടായിയുടെ മൂട്ടിൽ കയറി ഇരുന്ന് ഏട്ടായി എന്നെ നയിക്കുന്ന ഒരാളെന്നുള്ള സങ്കല്പത്തിൽ ആ കുട്ടി ഇരുന്നിട്ടുണ്ടാവാം. പക്ഷെ അവസാനം വിഭ്രാന്തിയുടെ വക്കിലേക്ക് ആ കുട്ടിയെ കൊണ്ട് തള്ളി ആ ആത്മാവ്. അപ്പോൾ വീട്ടുകാർ വീട്ടിൽ വന്നോളാൻ പറഞ്ഞു, വന്നിരുന്നോളാൻ പറഞ്ഞു. കാരണം സ്വന്തം അച്ഛനപ്പം അമ്മയ്ക്കാണെങ്കിലും വേദനിക്കൂലേ എന്തും പിള്ളേർ തെറ്റ് ചെയ്താലും ആ ഒരു അവസ്ഥ. സീരിയസ്ലി ഇപ്പം ലോകത്ത് നമ്മൾ എത്ര വലിയ കൊടിയ പാപം ചെയ്തു എന്ന് പറഞ്ഞ് സമൂഹം മൊത്തം നമ്മളെ ഒറ്റപ്പെടുത്തി കല്ലെറിഞ്ഞാലും സൂര്യമാനസ സിനിമയ്ക്കകത്ത് അവസാനം കല്ലെറിയുന്ന മകൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്ന അമ്മയും മകനും ഒരുമിച്ച് കല്ലെറി കൊള്ളുന്നത് കണ്ടിട്ടില്ല. അതുപോലെ എത്ര കൂരമ്പുകൾ വന്നിരുന്നാലും അത് തടുത്തു നിർത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ പോലെ ലോകത്താരും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. അത് ആ കുട്ടിയെ വിളിച്ച് രണ്ടാമത് ആ വീട്ടിൽ കയറ്റി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളതല്ല, താല്പര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് വീട്ടിലേക്ക് തിരിച്ച് കയറ്റി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആ വീട്ടുകാരോട് റെസ്പെക്റ്റ് മാത്രം, അവരെ വലിയ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിൽക്കാണ് പിന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലൊന്നും ഫാമിലിക്കാർ നിൽക്കണം, അത്രയേ ഉള്ളൂ. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. പകരം നമ്മുടെ നാട്ടിൽ ഈ ഉടംകൊല്ലി മുളകെന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല. അത് ഈ ഉണ്ട മുളകായിട്ടിരിക്കും. അത് നല്ല പഴുത്ത മുളകെടുക്കുക. പഴുത്ത മുളകെടുത്തതിന് ശേഷം കുറച്ച് ഈ നീറ് അല്ലെങ്കിൽ മീറ് എന്നൊക്കെ പറയുന്ന ചുവന്ന ഉറുമ്പുണ്ട്, ഇച്ചിരി കട്ടുറുമ്പിനെ കാട്ടില്ല, അതുപോലെ തന്നെ ചുവന്ന ഉറുമ്പ്, അതിൻ്റെ ഒരു കൂട് പറിച്ചെടുത്തുകൊണ്ടെന്ന് ഇവൻ്റെ ഈ ഇതുണ്ടല്ലോ താഴത്തെ ജോക്കി ആയിരിക്കത്തില്ല, ഇടത്തില്ലായിരിക്കും, ഗ്രാവിറ്റിക്ക് വേണ്ടിയിട്ട് പുള്ളി ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, എപ്പോഴും കൊല പഴിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുമായിരിക്കുമല്ലോ. സോ അതിനെ എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ടുവച്ചിട്ട് ഈ മുളകും തേച്ച് അതോടൊപ്പം തന്നെ ഈ ഉറുമ്പിനെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് 2 കൈയും 2 കാലും കെട്ടി വെച്ചേക്കുക. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ പഴം പഴുത്തോളും. പിന്നീട് അത് പിന്നെ അങ്ങ് ശരിയായിക്കോളും എന്നാണ് പറയുന്നത്. പിന്നെ എന്നും ആലോചിക്കും, പിന്നെ ഒരിക്കൽ പോലും അത് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അത് പൊങ്ങത്തില്ല. പറഞ്ഞ നല്ലൊരു ഫാമിലിയാണ്, ആ ഫാമിലിയാണ് ഇവൻ ഈ ചെറ്റത്തരം കാണിച്ചേക്കുന്നത്. ചെറ്റത്തരം തന്നെയാണ് കാണിച്ചേക്കുന്നത്, ഉറപ്പായിട്ട് ചെറ്റത്തരം തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഇതിനല്ലാതെ എന്താ പറയുക? ഇപ്പം കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ കണ്ടു, താനെന്താണ് മറ്റേ ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞു, ഈ എന്താ പറയുക പ്രോഗ്രസീവ്നെസ് മറ്റത് മറിച്ചെന്നൊക്കെ പറയുന്നത് പോലെ ആണുങ്ങളെ അങ്ങ് അടപടലം കുറ്റം പറയുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളുടെ നല്ല വാക്കിന് വേണ്ടിയിട്ട് പറയുന്ന ഒരുത്തനല്ലേ ഞാൻ ആണ് ചെയ്താൽ ആണെന്നും പെണ്ണ് ചെയ്താൽ പെണ്ണെന്നും പറയും. അല്ലാതെ എനിക്ക് ഒരാളുടെ ജെൻഡർ നോക്കിയിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇവൻ തെമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത്, ഒരു സംശയമില്ല. 4 വയസ്സ് മാത്രം പ്രായമുള്ള 4 വയസ്സ് ആ കുട്ടിക്കുള്ള സമയത്ത് ആ വീട്ടിലേക്ക് അവളുടെ സഹോദരി വിവാഹം കഴിച്ച് കയറിപ്പോയവൻ 4 വയസ്സുകാരിയായിരുന്ന കുട്ടി അന്നെടുത്തോണ്ട് നടന്നിട്ടുണ്ടാവാം. അതിനുശേഷം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അവൻ അവളെയും വിളിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ്. നിങ്ങളാണ് അത് അംഗീകരിക്കുമോ? ആ കുട്ടിയെ നമ്മൾ കുറ്റം പറയുമ്പോഴേക്കും ഇവൻ വേറൊരു കാര്യം ചിന്തിക്കുക, നമുക്ക് ഈ കുട്ടിയെ 4 വയസ്സ് മുതൽ കണ്ട് വളർന്നതല്ലേ, ആ കുട്ടിക്ക് പ്രായമാവുന്നതും മറ്റുള്ള പല കാര്യങ്ങളും ഇതെല്ലാം കണ്ട് ഇയാൾ നിൽക്കുന്ന കൂടെ. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെല്ലാം ഇയാൾ കുട്ടിയെ ഒരു സീറ്റിൽ എന്താ ഉറപ്പ്? കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഇയാളോട് തന്നെ താല്പര്യം തോന്നിയാൽ എന്താ ആ കുട്ടിയെ പറയാൻ വേണ്ടിയിട്ട് പറ്റുക? ഇവൻ്റെ തന്നെ അതല്ലേ പ്രശ്നം? അവൻ ശരിക്കും ദുരാത്മാവ് തന്നെയല്ലേ? അപ്പം ആ ഒരു പരിപാടി അവൻ ആ കുട്ടിയോട് കാണിച്ചിട്ടായിരിക്കും പിന്നീട് സുപ്രഭാതത്തിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഉപയോഗിക്കാൻ കിട്ടിയ അവസരത്തിൽ കൊണ്ട് ഉപയോഗിച്ചു, അവൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞു, അതിനുശേഷം കൊണ്ട് വഴി കളഞ്ഞു. ആ കുട്ടി ഒരു ഫ്രസ്ട്രേറ്റഡ് അവസ്ഥയിലേക്കായി. എന്തായാലും ഒന്നും ചെയ്യാതിരിക്കട്ടെ. ഞാൻ പറയുന്നത് ഇത്തരക്കാരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയോ കുറ്റം പറയുകയോ കല്ലെറിയുകയോ അല്ല ചെയ്യേണ്ടത്, അവരെ ആശ്വസിപ്പിക്കുക തന്നെ വേണ്ടത്. പക്ഷേ ഇവൻ ചെയ്തേക്കുന്ന തെമ്മാടിത്തരമാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവന് കുറെ പെണ്ണ് കേസുണ്ട് ഇവന്, അല്ലാതെ ബെസ്റ്റ് അണ്ണൻ കുറേ അധികം കുളങ്ങളും കുഴികളും പൊത്തുകളൊക്കെ കാണാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. അണ്ണൻ ഇത് കണ്ടില്ലായിരുന്നു. അപ്പോൾ അണ്ണൻ അത് തന്നെയാണ്. ഇനി ആരും അന്വേഷിച്ച് വരരുത്, എനിക്ക് 2-3 പേരെ കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെ 2-3 പേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച ആൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഓട്ടോയിൽ കാണാം. ഇവന് ഇതിനു വേണ്ടി നടക്കുന്നവൻ്റെ ഫേസ് കണ്ടറിയില്ലേ ഇവനെ പോലെ. ശരിക്കും ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഫാമിലി ഇതിനെ നശിപ്പിച്ചു. ഒരു തെറ്റുമില്ല, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കാര്യം നേരിട്ടറിഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഫ്രസ്ട്രേഷൻ വരുവാണെങ്കിൽ അത്രയും ഗുരുതരമാണ്, ഇത്രയും വിഷമകരമാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിനെ കുറ്റപ്പെടുത്താനോ ആ കുട്ടിയെ ഇനിയും മാരകമായി കുറ്റപ്പെടുത്താനോ ശ്രമിക്കാതിരിക്കുക. ഇയാൾ ഇത്രയും കാലം ആ കുട്ടി വളർന്നത് ഇയാളുടെ ചുറ്റുപാടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളുടെ നല്ലൊരു കൈ ആ കുട്ടിയുടെ ഈ ലൈഫിലെ ഇങ്ങനെ ആക്കിയതിൽ നല്ലൊരു പങ്ക് ഇയാൾക്ക് ഉണ്ടാകും. എന്നിട്ടും ഈ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്നത് പോലെ ആ കുട്ടിക്ക് കിട്ടിയ ജോലി പോയ ശമ്പളവും ഇതെല്ലാം വാങ്ങി ആ കുട്ടിയുടെ ഫോണും വിറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയതാ. മനസ്സിലാവുന്നുണ്ടോ? എന്തായിരുന്നു ഇരുന്ന ഇരിപ്പ്? കണ്ടില്ല? ഓർമ്മയുണ്ടായിരുന്നോ? ഓക്കെ.
ഓക്കെ, അത് മനസ്സിലായിരുന്നു. അപ്പോൾ പുള്ളി ആ ഒരു ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കട്ട് ചെയ്ത് കളയണമെന്നുള്ള സാധനം പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ചിരിയാണ് വന്നതെങ്കിലും അത് എത്രമാത്രം ഇമോഷണലായിട്ടാണ് പുള്ളിയൊക്കെ ടച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കുട്ടികളോട് പറയും, നമ്മുടെ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന അനിയത്തിമാരും നിങ്ങളോടൊക്കെ ഞാൻ പറയാം, നമുക്ക് പ്രണയം ഉണ്ടാവാം, നമുക്ക് ഇഷ്ടങ്ങളുണ്ടാവാം, ചിലപ്പം പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് നമ്മൾ വഴിതെറ്റി പോയേക്കാം. വഴിതെറ്റിയെന്നല്ല, നിങ്ങൾ ഇഷ്ടം കൊണ്ട് പോയേക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം ചിന്തിക്കുക, ഈ ഉദ്ദേശം, ആളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. സെക്ഷലി നിങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അയാൾ അത് കഴിഞ്ഞാൽ നിങ്ങളെ കളഞ്ഞിട്ട് പോകും. ഇമോഷണലി നിങ്ങളിലേക്ക് എത്തിയ ഒരാൾ ഒരിക്കലും നിങ്ങളെ വിട്ട് പോകത്തുമില്ല. നിങ്ങളുടെ ഏറ്റവും മോശം കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ ചേരുന്ന ഒരാൾ നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും വിട്ടുപോകത്തില്ല. എന്നാൽ നിങ്ങളുടെ നല്ല കാലത്തിലോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഘടന കണ്ടിട്ടോ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് സുഖങ്ങൾ തേടിയോ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ള ആൾ ആ സുഖം കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം പോകും. കാരണം ഈ ഒരു പൂവിലേക്ക് പോയി തേൻ കുടിച്ചാൽ അടുത്തൊരു പൂവിലേക്ക് പോവുക, പരാഗണം എന്നുള്ളൊരു പരിപാടി ലാലേട്ടൻ പറയുന്നത് പോലത്തെ പരിപാടി തന്നെ അവിടെ നടക്കുക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ടേക്ക് കെയർ, നിങ്ങളെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കലിപ്പ് കാണിക്കുന്ന ഏട്ടായിമാരുടെ മുമ്പിൽ പോയിരിക്കുന്ന കാന്താരിമാരായിട്ട് മാറുമ്പം ഏട്ടായി കോഫി എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പം അടുത്ത നിമിഷം ഏട്ടായി ചെവിക്കല്ല് നോക്കി അടിച്ചു തരുന്നിട്ട് ഏട്ടായി എന്തൊരു മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഒരിക്കലും ലൈഫിൽ ഗുണകരമല്ല. അതാണ് ഇവിടെ ഈ കുട്ടിയുടെ ലൈഫിലേക്ക് കണ്ടിരിക്കുന്നത്. വളരെ ദുരന്തമാണ്. ആ കുടുംബം ഇതെങ്ങനെ സഹിക്കണം? നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് വേറെ വിഷയം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷേ ആ കുടുംബത്തിന് ഏറ്റേക്കുന്ന ആ ഒരു വിഷമം, വേദന, അതിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവളെല്ലാം ഭയങ്കര തെറ്റുകാരിയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനോ ശ്രമിക്കരുത്. ചിലപ്പോൾ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ അവരൊക്കെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലേക്കൊക്കെ പോയേക്കാം. അങ്ങനെ ഒരു സാഹചര്യം വരുത്താതിരിക്കുക. പക്ഷേ ഇവൻ ചെയ്തേക്കുന്നത് തെണ്ടിത്തരം, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അവനും 13 വയസ്സുള്ള പെൺകുട്ടി മകളുണ്ടെന്ന് അറിയുന്നത്. ഈ പുള്ളിയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നിരുന്നെങ്കിൽ പുള്ളി സഹിക്കുമായിരുന്നു. ചിലപ്പോൾ പുള്ളിയായിരിക്കും വന്നിരുന്നത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ അവനെ വെട്ടുപെടാന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. പക്ഷെ പുള്ളി കാണിച്ചേക്കുന്നത് ഓക്കെ. എന്തായിരുന്നാലും ഇതിവിടെ അവസാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ എന്തായിരുന്നാലും വളരെ ഗതികെട്ട കാര്യമായിപ്പോയി. ആ കുട്ടി റിക്കവർ ആവട്ടെ, ഇനി ഇതുപോലത്തെ അവസ്ഥയിൽ ചെന്ന് വീഴാതിരിക്കട്ടെ. ഒരു കല്യാണത്തിൻ്റെ തലേന്ന് വിഷ്ണുവോ ഏതൊരു പയ്യൻ്റെ ആ കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞാണ് ഈ കുട്ടി ഈ പുള്ളിയുടെ ഒപ്പം ഇറങ്ങിപ്പോയത്. പൂർണ്ണമായ ആളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നില്ല തെറ്റ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയത്, പ്രായപൂർത്തിയാവാത്ത സമയത്ത് ആ വീട്ടിൽ ആ കുട്ടിയുടെ സ്വന്തം സഹോദരി വിവാഹം കഴിച്ച ആളാണ്. അപ്പോൾ അന്ന് മുതൽ ആ കുട്ടിയെ കാണുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അയാളെ ഒരു മകളായിട്ട് കണ്ടുകൂടായിരുന്നു. അത്ര വലിയ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനും മറ്റൊരു തരത്തിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ കുഴപ്പമാണോ ഇയാളുടെ കുഴപ്പമാണോ? നിങ്ങൾ തന്നെ പറ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്തായിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എന്ത് ട്രോമ ഉണ്ടാവുമെന്ന് അറിയും. ഇദ്ദേഹത്തിൻ്റെ മക്കൾ സമൂഹത്തിൻ്റെ അകത്ത് പുറത്തിറങ്ങി നടക്കുമ്പോഴേക്കും എന്തുമാത്രമായിരിക്കും കളിയാക്കുകൾ നേരിടേണ്ടി വരിക. ആ കുട്ടിയെ പോലെ തന്നെ ആ വീട്ടുകാരും ഇയാളുടെ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും എന്തുമാത്രമാണ് സമൂഹത്തിൻ്റെ പരിഹാസപാത്രമായിട്ട് മാറേണ്ടി വരിക. എത്ര കഷ്ടമാണ് കാര്യം. എന്തായിരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് പറയാനേ പറ്റുള്ളൂ. അനുഭവിക്കുന്നത് മൊത്തം അവരാണ്. എന്തായിരുന്നാലും ഒന്നും സംഭവിക്കാതെ അവരെ നന്നായിട്ട് ജീവിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം നൽകാം. ഇച്ചിരി രേഖപ്പെടുത്താൻ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.